ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാലാരൂപത അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ ജീവന്റെ വചനത്തിന്റെ മുന്നിൽ കർത്താവിൻ്റെ ദൈവിക സാന്നിധ്യ നിറവിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രവിക്കാം. 65 സങ്കീർത്തനം അതിൻ്റെ 4 തിരുവചനം. കർത്താവിൻ്റെ അങ്കണത്തിലായിരിക്കുവാൻ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെയായിരിക്കാൻ ഒരു വലിയ വിളിയും തെരഞ്ഞെടുപ്പും വേർതിരിക്കലും അയക്കപ്പെടലും എപ്പോഴും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് റോമാലേഖനം 8 അധ്യായം അതിൻ്റെ 30 തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. പ്രിയമുള്ളവരെ, എപ്പോഴും ഒരു വലിയ ദൈവീക പദ്ധതി നമ്മുടെ മേലുണ്ട്. ഓരോ വിളിയും ഓരോ തെരഞ്ഞെടുപ്പ് യാദൃച്ഛികമല്ല, അത് കർത്താവ് മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 1 തിരുവചനം: ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാ. പ്രിയമുള്ളവരെ, വിളി വലിയ രക്ഷയുടെ അനുഭവത്തിലേക്കാ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. വിളിക്കപ്പെട്ടവരെ സ്വന്തമാക്കുന്ന കർത്താവിന്റെ സ്നേഹം, നീ എന്റേതാ. വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ലേവ്യരുടെ പുസ്തകം 20 അധ്യായം അതിന്റെ 26 തിരുവചനത്തിൽ ഇപ്രകാരം നാം കാണുന്നു: എന്റെ മുമ്പിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്, നിങ്ങൾ എൻ്റെ സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനത്തിൽ നിന്നും വേർതിരിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആദ്യ വചനത്തിൽ നാം കേട്ടു, നീ എന്റേതാണ്. ഇവിടെ വചനം പറയുന്നു, നീ എന്റേതാകണം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെതായി മാറുവാൻ പലതിൽ നിന്നും നമ്മളെ വേർതിരിച്ച് മാറ്റി നിർത്തുന്ന ഒരു അഭിഷേകമുണ്ട്. കർത്താവിന് വേണ്ടി മാറ്റി ഇടപെട്ട വള്ളമായി നാം മാറണം. നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ കുടുംബത്തിന് എല്ലാം ഒരു വലിയ പ്രത്യേകത ഉണ്ടാകണം. സംഖ്യയുടെ പുസ്തകം 16 അധ്യായം അതിൻ്റെ 9 തിരുവചനം: കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും സമൂഹത്തിന്റെ മുൻപിൽ നിന്ന് സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്നും നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? പ്രിയമുള്ളവരെ, നമ്മുടെ മേലുള്ള വിളി, തെരഞ്ഞെടുപ്പ്, വേർതിരിക്കൽ അതൊരു നിസ്സാര കാര്യമായി കാണരുത്. ഉന്നതമായ ലക്ഷ്യത്തോടും പദ്ധതിയോടും കൂടിയ കർത്താവ് നമ്മളെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത്. അതേ വചനം പറയുന്നു, സമൂഹത്തിൽ നിന്ന് നിന്നെ വേർതിരിച്ചത്, വിളിച്ചത് നിസ്സാര കാര്യമാണോ? നിന്റെ കുടുംബത്തിൽ നിന്ന്, നിന്റെ ഇടവകയിൽ നിന്ന്, നിന്റെ രൂപതയിൽ നിന്ന്, അതേ സഭയിൽ നിന്ന് നിന്നെ വേർതിരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്നത് നിസ്സാര കാര്യമാണോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മേലുള്ള വിളി തിരിച്ചറിയണം, നമ്മുടെ മേലുള്ള വിളിയുടെ ആഴമറിയണം. അപ്പോളെ വിളി ആസ്വദിച്ചനുഭവിച്ചറിയാനും അത് വലിയ ശുശ്രൂഷയിലേക്ക് മാറ്റുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നിന്നെ വിളിച്ചത് ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു തരാനാ. ചിലരെന്നോട് പറയാറുണ്ട്, ബ്രദറെ, എനിക്ക് ഒരു വിളിയുമില്ല. ചിലർ പറയാറുണ്ട്, ആ വിളി എന്റേതല്ല, എനിക്കൊരു വിളിയുമില്ല, ആ വിളി എന്റേതല്ല. ഇപ്രകാരം പറഞ്ഞ് വിളിയിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. ഇസ്രായേൽ ജനം പാപം ചെയ്യുമ്പോഴൊക്കെ, ഇസ്രായേൽ ജനം യുദ്ധത്തിന് ഇറങ്ങുമ്പോഴൊക്കെ മോശ മലമുകളിലേക്ക് ഓടിക്കയറും. സ്വർഗത്തോളം വിരിയപ്പെട്ട കരങ്ങള് മോശ ഉയർത്തുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം: മോശയുടെ വിരിയപ്പെട്ട കരത്തിന്റെ ഉള്ളിൽ ഇസ്രായേൽ ജനം മുഴുവൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ മോശയുടെ കരം ഉയർന്നു നിന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജനം ജയിച്ചത്. മോശയുടെ കരം താഴ്ന്നു കിടന്നപ്പോഴൊക്കെ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടത്. പ്രിയമുള്ളവരെ, സ്വർഗത്തോളം വിരിയപ്പെട്ട കരമുള്ള ഒരു മോശ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബം രക്ഷ പ്രാപിച്ചു. ഇന്ന് നിന്നെ ഈ വചനത്തിന്റെ മുന്നിൽ വിളിച്ചു നിർത്തുന്നത്
നിനക്ക്, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി ഒരു മോശയാകാമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പിതാവായി ദൈവം സോദോം ഗോമോറ അഗ്നിയും ഗന്ധകവും ഇറക്കി നശിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോ ആദ്യം ദൈവത്തിന്റെ ഉള്ളിലേക്ക് കയറി വന്നത് മോശയാണ്, അബ്രാഹത്തെ കുറിച്ച് വചനം പറയുന്നത് ദൈവം എന്റെ അബ്രാഹം എന്ന, എന്റെ അബ്രാഹത്തിൽ നിന്നും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം മറച്ചു വെക്കണമോ? പ്രിയമുള്ളവരെ, അബ്രാഹത്തോട് ദൈവം ഈ കാര്യം പറഞ്ഞു. അബ്രാഹത്തിന്റെ മുന്നിൽ, ദൈവത്തിന്റെ മുന്നിൽ വിളിക്കപ്പെട്ടവനും തെരഞ്ഞെടുക്കപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനും അയക്കപ്പെട്ടവനുമായ അബ്രാഹം കാരുണ്യത്തിന് വേണ്ടി യാചിക്കാൻ തുടങ്ങി. ദൈവമേ, 50 നീതിമാന്മാരെ ഞാൻ കൊണ്ടുവന്നാൽ ഈ ദേശത്തെ രക്ഷിക്കാമോ? തമ്പുരാൻ പറഞ്ഞു, കൊണ്ടുവാ. അബ്രാഹം ദൈവത്തിന്റെ മുന്നിൽ താന്ന് 50, 40, 30, 20, 10 ദൈവം അബ്രാഹത്തിന്റെ നിലവിളിയുടെ മുന്നിൽ താഴുന്നത് നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മള് പ്രത്യേകം വിളിക്കപ്പെട്ടവരും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരും വേർതിരിക്കപ്പെട്ടവരുമായതുകൊണ്ട് നാം അബ്രാഹം നിർത്തിയെടുത്ത് ഈ കാലഘട്ടത്തിൽ തുടങ്ങണം. എന്താണെന്നറിയാമോ? 10 നിന്ന് 1 വരണം. കർത്താവേ, അങ്ങ് തെരഞ്ഞെടുത്ത എന്നെ പ്രതി എന്റെ കുടുംബത്തോട് കരുണ കാണിക്കാമോ? എന്നെ പ്രതി എന്റെ മക്കളോട് കാരുണ്യം കാണിക്കാമോ? പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ കയറി നിന്ന് നിലവിളിക്കാനുള്ള ഒരു വിളി തമ്പുരാൻ നിന്നോട് ചോദിക്കുന്നു. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നിനക്ക് ഒരു അബ്രാഹമായി മാറാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 23, 24 തിരുവചനത്തിൽ നാം കാണുന്നു. ഈശോയുടെ മുന്നിൽ ജൈറോസ് അവന്റെ കാൽക്കൽ വീണ് സമർപ്പിച്ച് ചോദിച്ചു, കർത്താവേ, എന്റെ കൊച്ചുമകൾ മരിച്ചുകൊണ്ടിരിക്കുകയാ, അങ്ങ് വരണം, അവൾക്ക് സൗഖ്യം നൽകണം. വചനം പറയുന്നു, ഈശോ അവന്റെ കൂടെ പോയി. പ്രിയമുള്ളവരെ, വിളിയോട് ചേർത്ത് വെച്ച് നീ തിരിച്ചറിയണം, കർത്താവിന്റെ കാൽക്കൽ വീണ് സമർപ്പിക്കാൻ ഒരാൾ വേണം നിന്റെ കുടുംബത്തിൽ. കർത്താവിനെ നിന്റെ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ ഒരാൾ വേണം നിന്റെ കുടുംബത്തിൽ. കർത്താവിന്റെ മഹത്വം നിന്റെ കുടുംബത്തിലും മക്കളിലും വ്യക്തികളിലും തകർച്ചകളിലും എല്ലാം പ്രകടമാക്കാൻ, മഹത്വം പ്രകടമാക്കാൻ ഒരാൾ വേണം നിന്റെ കുടുംബത്തിൽ. തമ്പുരാൻ ചോദിക്കുന്നു, അത് നീയാകണം. നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തത് ഈ ഒരു വലിയ അഭിഷേക വിളിയിലേക്ക്. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം അതിന്റെ 55-ാം തിരുവചനം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ സാവൂൾ കൽപ്പനയിട്ടു. സാവൂളിന്റെ കൽപ്പന പ്രകാരം ജനം കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്ന വചനം നമ്മളെ പഠിപ്പിക്കുക. പ്രിയമുള്ളവരെ, സാവൂളിനെ പൗലോസാക്കി മാറ്റുവാൻ വില നൽകിയത് സ്തേഫാനോസ. അവന്റെ ജീവൻ വിലയായി നൽകി സാവൂളിനെ പൗലോസാക്കി മാറ്റിയെടുക്കുവാൻ വില നൽകിയത് സ്തേഫാനോസ. പ്രിയമുള്ളവരെ, ചിലരെ നേടാനുള്ള വിളി, ചിലരെ നേടിയെടുക്കാനുള്ള വിളി നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് തിരിച്ചറിയണം. ഞാനൊരു ഇടവകയില് വാർഷിധ്യാനം എടുത്തുകൊണ്ടിരിക്കുക. 3-ാമത്തെ ദിവസം കുടുംബത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് പള്ളി വിട്ട് പള്ളിമുറയിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഓടി വന്ന് എന്നോട് ചോദിച്ചു, ബ്രദറെ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് പറഞ്ഞു തരാമോ? ഞാൻ പറഞ്ഞു, മോളെ, എനിക്കറിയില്ല, നീ പറഞ്ഞേ. അവള് പറഞ്ഞു, എങ്കിൽ ബ്രദറ് കേട്ടോ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഗതികേട് മദ്യപാനിയായ ഒരു ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതമാ. ഞാൻ ചോദിച്ചു, തീർന്നോ? എങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നീ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാം നിന്നോട്, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് നിനക്കറിയാമോ? അവള് പറഞ്ഞു, എനിക്കറിയില്ല ബ്രദർ, പറ. ഞാൻ പറഞ്ഞു, നീ ഗതികേടെന്ന് പറഞ്ഞ
നിന്റെ ഭർത്താവിന്റെ കുറവിലേക്ക് നോക്കാതെ ദൈവം ചേർത്ത് വെച്ച വിലയിലേക്ക് നോക്കി ക്ഷമിച്ച് സഹിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് യേശു ക്രിസ്തുവിന് വേണ്ടി നീ നിന്റെ ജീവിത പങ്കാളിയെ നേടിയെടുത്തു കൊടുത്താൽ മോളെ, നീയാണ് ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യം പിടിച്ച സ്ത്രീ. ഗതികേട് പറയാൻ വന്നവൾ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ എന്റെ മുന്നിൽ നിന്ന് വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ചിലരെ നേടിയെടുക്കാനുള്ള, ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാനുള്ള ഒരു വലിയ വിളി, ദൗത്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാം തിരുവചനത്തിൽ കർത്താവ് പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: പ്രവാചക, നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനാക്കി മാറ്റി. നിന്റെ കുടുംബത്തിന് കാവലുണ്ടാകണം, നിന്റെ ബന്ധങ്ങളിൽ കാവലുണ്ടാകണം. കായൻ ചോദിച്ചു, ഞാനാണോ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ? അതേ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ കർത്താവ് കായനോട് ചോദിച്ചത്, നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും വലിയ കരുതലും കാവലും നമുക്കുണ്ടാകണം. അവരുടെ കുറവുകളിൽ, അവരുടെ വിള്ളലുകളിൽ കയറി നിൽക്കാനുള്ള ഒരു വിളി. അതുകൊണ്ട് വിളിയില്ല എന്നും നീ പറയരുത്. പ്രഭാഷകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 25-ാം തിരുവചനം വചനം പറയുന്നു: വേലിയില്ലാത്ത വസ്തു കൊള്ളയടിക്കപ്പെടും. പ്രിയമുള്ളവരെ, കവർച്ച നടക്കുമ്പോ വിളി മറന്നു നീ ഉറങ്ങരുത്, നീ വിളി മറന്നു പോകരുത്. പ്രാർത്ഥന കൊണ്ട്, വിശുദ്ധി കൊണ്ട്, വിശ്വാസം കൊണ്ട്, സമർപ്പണം കൊണ്ട് നീ നിന്റെ കുടുംബത്തിനും നിനക്കുള്ളവയ്ക്കും നീ വേലി കെട്ടണം, നീ കോട്ട കെട്ടണം. കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ, അവന്റെ പരിശുദ്ധ നാമത്താൽ, അവന്റെ പരിശുദ്ധ വചനത്താൽ, അവന്റെ പരിശുദ്ധ സ്നേഹത്താൽ നീ നിന്റെ കുടുംബത്തിന് ചുറ്റും കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സങ്കീർത്തകൻ 147 അതിന്റെ 13-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നത്: നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കും. നീ കെട്ടിയ കോട്ടയുണ്ടല്ലോ, പ്രാർത്ഥന കൊണ്ടും വിശുദ്ധി കൊണ്ടും ഒക്കെ നീ നിനക്ക് കുടുംബത്തിന് ചുറ്റും കെട്ടി ഉയർത്തിയ കോട്ടയുണ്ടല്ലോ, ആ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ കർത്താവ് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. നിന്നെയും നിനക്കുള്ളതും നിനക്കുള്ളവയും എല്ലാം കോട്ടയ്ക്കുള്ളിലാക്കി അനുഗ്രഹം വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു വിളി എനിക്കും നിങ്ങൾക്കുമുണ്ട്. വിളിയില്ല എന്ന് നീ പറയരുത്. ആരെയും ഈ കോട്ടയ്ക്കുള്ളിൽ നിന്ന് നീ ഒഴിവാക്കരുത്. നീ ഉറപ്പിക്കണം, അത് നിന്റെ വിളിയ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 3-4 തിരുവചനം. നെഹമ്യാ ഇപ്രകാരം കേട്ടു: ദേശത്ത് കഴിയുന്നവർ കഷ്ടതയിലും അപമാനത്തിലുമാണെന്ന്. മതിലുകൾ തകർന്ന് കവാടം അഗ്നിക്കരയായി അതേപടി കിടക്കുന്നുവെന്ന് നെഹമ്യാ കേട്ടു. പ്രിയമുള്ളവരെ, നെഹമ്യാ കണ്ടില്ല, നെഹമ്യാ കേട്ടു. കേട്ട നെഹമ്യാ നിലത്തിരുന്ന് കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നീയും ചിലരെ കുറിച്ച് കേൾക്കാറില്ലേ? നീയും ചില വ്യക്തികളെ കുറിച്ച് അറിയാറില്ലേ? അവരുടെ തകർച്ച കേൾക്കാറില്ലേ? ചില കുടുംബങ്ങൾ അതേപടി തകർന്ന് കിടക്കുന്നു, നീ കേൾക്കുന്നില്ലേ? പ്രിയമുള്ളവരെ, ഇതൊരു വിളിയ. നീ ഉപവാസം പ്രഖ്യാപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ നേടിയെടുക്കാനുമുള്ള, കണ്ണീരോടെ പ്രാർത്ഥിച്ചുയർത്താനുള്ള ഒരു പ്രത്യേക വിളി. അതുകൊണ്ട് വളരെ വ്യക്തിപരമായി നമുക്ക് പ്രാർത്ഥിക്കണം, ഈ വിളിയിൽ ആഴപ്പെടാൻ. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനം കർത്താവ് പറഞ്ഞു: ഞാൻ വരും, കള്ളനെ പോലെ ഞാൻ വരും. ഞാൻ എപ്പോൾ വന്നാലും ഉണർന്നിരിക്കുന്നവരായി കണ്ടാൽ ഭാഗ്യവാന്മാർ, ഒരുങ്ങിയിരിക്കുന്നവരായി കണ്ടാൽ ഭാഗ്യവാന്മാർ, ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നവരെ കണ്ടാൽ ഭാഗ്യവാന്മാർ. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോടും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3 കാര്യമുണ്ട്. നീ ഉണർന്നിരിക്കണം, നീ ഒരുങ്ങിയിരിക്കണം, നീ വിളിയിൽ ആഴപ്പെടണം. എന്നാൽ ഞാനും നിങ്ങളും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവരാ, വേർതിരിക്കപ്പെട്ടവരാ, വിളിക്കപ്പെട്ടവരാ, അയക്കപ്പെട്ടവരാ. അതുകൊണ്ട് നമ്മുടെ ദൗത്യം അല്പം കൂടി വലുതാ. നീ ഉണർന്നാൽ പോരാ, നീ മറ്റുള്ളവരെ ഉണർത്തണം, അതൊരു വിളിയ. നീ ഒരുങ്ങിയാൽ പോരാ, നീ മറ്റുള്ളവരെ ഒരുക്കണം, അതൊരു വിളിയ. നീ മാത്രം വിളിയിൽ ആഴപ്പെട്ടാ പോരാ, മറ്റുള്ളവരെയും വിളിയിലേക്ക് ആഴപ്പെടുത്തണം. അതിനുള്ള കൃപ ദൈവം വളരെ വ്യക്തിപരമായി നമ്മുടെ മേൽ ചൊരിയുമാറാകട്ടെ. ആമേൻ.